വിജയത്തിലേക്ക് ഒരു ചൂണ്ടുവിരൽ. 1974 ഏപ്രിൽ മാസം. ബാംഗ്ലൂർ ചൂടുപിടിച്ചു വരുന്നു. IISc ക്യാമ്പസിൽ നിറയെ പൂത്ത വാഗമരങ്ങൾ. ബിരുദാനന്തര ബിരുദ വിഭാഗത്തിലെ ഏക പെൺകുട്ടിയായിരുന്നു ഞാൻ. വനിതാ ഹോസ്റ്റലിലായിരുന്നു ഞാൻ താമസിച്ചിരുന്നത്. എൻ്റെ കൂടെയുള്ള മറ്റു പെൺകുട്ടികളെല്ലാം വിവിധ ശാസ്ത്ര വിഷയങ്ങളിൽ ഗവേഷണം നടത്തുന്നവരായിരുന്നു. കമ്പ്യൂട്ടർ സയൻസിൽ ഡോക്ടറേറ്റ് നേടുന്നതിനായി വിദേശത്തേക്കുള്ള പദ്ധതിക്ക് ഞാൻ രൂപം നൽകുന്ന സമയം. അമേരിക്കയിലെ വിവിധ സർവകലാശാലകളിൽ നിന്ന് സ്കോളർഷിപ്പ് അനുവദിച്ചുകൊണ്ടുള്ള അറിയിപ്പ് എന്നെ തേടി എത്തിക്കഴിഞ്ഞിരുന്നു. ഇന്ത്യയിൽ ഒരു ജോലി എന്നത് എൻ്റെ ചിന്തയിൽ പോലും ഉണ്ടായിരുന്നില്ല. ഒരു ദിവസം ലെക്ചർ ഹാളിൽ നിന്ന് ഹോസ്റ്റലിലേക്ക് മടങ്ങുന്ന വഴിയിലാണ് നോട്ടീസ് ബോർഡിൽ കിടന്നിരുന്ന ആ പരസ്യം എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടത്. പ്രശസ്ത ഓട്ടോമൊബൈൽ കമ്പനിയായ ടെൽക്കോയിൽ, ഇപ്പോഴത്തെ ടാറ്റ മോട്ടോഴ്സ്, ജോലിക്ക് ആളെ ആവശ്യമുണ്ടെന്ന് കാണിച്ചുകൊണ്ടുള്ള ഒരു പരസ്യമായിരുന്നു അത്. പരിശ്രമശാലികളും ബുദ്ധിമാന്മാരും മികച്ച അക്കാദമിക് പശ്ചാത്തലമുള്ളവരുമായ ചെറുപ്പക്കാരായ എഞ്ചിനീയർമാരിൽ നിന്ന് അപേക്ഷ ക്ഷണിച്ചുകൊണ്ടുള്ള ഒരു പരസ്യമായിരുന്നു അത്. പരസ്യത്തിന് ഏറ്റവും താഴെയായി ഇങ്ങനെയൊരു വരി കുറിച്ചിട്ടിരുന്നു: സ്ത്രീകൾ അപേക്ഷിക്കേണ്ടതില്ല. അത് വായിച്ചപ്പോൾ എനിക്ക് വല്ലായ്മ തോന്നി. ജീവിതത്തിൽ ആദ്യമായി പെൺവർഗം എന്നത് എനിക്കെതിരായി നിൽക്കുന്നു. ആ ജോലിയിൽ അത്ര താല്പര്യമില്ലാതിരുന്നിട്ടുകൂടി അതൊരു വെല്ലുവിളിയായി ഏറ്റെടുക്കാൻ ഞാൻ തീരുമാനിച്ചു. പഠനകാലത്ത് എൻ്റെ കൂടെയുണ്ടായിരുന്ന ആൺകുട്ടികളിൽ പലരെക്കാളും മിടുക്കിയായിരുന്നു ഞാൻ. വിജയം കൈവരിക്കാൻ മികച്ച അക്കാദമിക നിലവാരം മാത്രം മതി എന്ന എൻ്റെ വിശ്വാസം തെറ്റായിരുന്നോ? പരസ്യം വായിച്ച് ദേഷ്യത്തോടെ ഞാൻ മുറിയിൽ തിരിച്ചെത്തി. ടെൽക്കോ കമ്പനി സ്ത്രീകളോട് കാണിക്കുന്ന അനീതിക്കെതിരെയുള്ള പ്രതിഷേധം കമ്പനിയുടെ ഏറ്റവും തലപ്പത്തിരിക്കുന്ന ആളെ തന്നെ അറിയിക്കാൻ ഞാൻ തീരുമാനിച്ചു. അപ്പോൾ എനിക്ക് ലഭിച്ച ഒരു പോസ്റ്റ് കാർഡിൽ ഞാൻ എഴുതി തുടങ്ങി. പക്ഷെ അപ്പോഴും ഒരു പ്രശ്നം: ടെൽക്കോയുടെ തലവൻ ആരെന്ന് എനിക്കറിയില്ലായിരുന്നു. ടാറ്റ കുടുംബത്തിൽപ്പെട്ട ആരെങ്കിലും ഒരാളായിരിക്കുമെന്ന് ഞാൻ ഊഹിച്ചു. ടാറ്റ ഗ്രൂപ്പിൻ്റെ തലവൻ JRD ടാറ്റ ആണെന്ന് എനിക്കറിയാം. പത്രങ്ങളിൽ ഞാൻ അദ്ദേഹത്തിൻ്റെ ചിത്രം കണ്ടിട്ടുണ്ട്. സത്യത്തിൽ സുമന്ത് മൂൽ ഗവോക്കർ ആയിരുന്നു അന്ന് കമ്പനിയുടെ ചെയർമാൻ. ഞാൻ കാർഡ് എടുത്ത് JRD ടാറ്റയുടെ പേരിൽ വിലാസം എഴുതി. അന്ന് എഴുതിയ വാചകങ്ങൾ ഇന്നും വ്യക്തമായി എൻ്റെ മനസ്സിലുണ്ട്: മഹാന്മാരായ ടാറ്റകൾ മികച്ച വഴികാട്ടികളാണ്. ഇരുമ്പ്, സ്റ്റീൽ, രാസവസ്തുക്കൾ, തുണിത്തരങ്ങൾ, ലോക്കോമോട്ടീവ് തുടങ്ങി അടിസ്ഥാന വ്യവസായ സംരംഭങ്ങൾ ആദ്യം ഒരുക്കിയത് ടാറ്റയാണ്. 1900 മുതൽ ഇന്ത്യയിലെ ഉന്നത പഠനരംഗത്തെ സാന്നിധ്യമാണ് ടാറ്റ. ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസിൻ്റെ സ്ഥാപനത്തിന് കാരണക്കാർ. എൻ്റെ ഭാഗ്യമായിരിക്കാം ഞാൻ അവിടെ നിന്നാണ് പഠിച്ചിറങ്ങിയത്. എന്നാൽ ലിംഗവ്യത്യാസത്തിൻ്റെ പേരിൽ ടെൽക്കോ കമ്പനിയിലുള്ള വിവേചനം എന്നെ അത്ഭുതപ്പെടുത്തുന്നു. ആ കത്ത് ഞാൻ അയച്ചു. പിന്നീട് അതേക്കുറിച്ച് ഞാൻ ഓർത്തതേയില്ല. ഏകദേശം 10 ദിവസങ്ങൾക്കു ശേഷം ടെൽക്കോയുടെ പൂനെ കേന്ദ്രത്തിൽ നിന്നുള്ള ഒരു ടെലഗ്രാം എനിക്ക് ലഭിച്ചു. അഭിമുഖത്തിന് ക്ഷണിച്ചുകൊണ്ടുള്ള ടെലഗ്രാമായിരുന്നു അത്. ഞാനത് കാര്യമായി എടുത്തില്ല. എന്നാൽ കമ്പനി ചെലവിൽ പൂനെ വരെ പോയി വരാൻ കിട്ടിയ അവസരം മുതലാക്കണമെന്ന് എൻ്റെ റൂംമേറ്റ്സ് എന്നെ പ്രേരിപ്പിച്ചു. കൂട്ടത്തിൽ അവർക്കായി അവിടെ വിലക്കുറവിൽ കിട്ടുന്ന പ്രശസ്തമായ പൂനെ സാരികൾ വാങ്ങിക്കൊണ്ടുവരാനും അവർ ആവശ്യപ്പെട്ടു. സാരി വേണ്ടവരിൽ നിന്നെല്ലാം 30 രൂപ വെച്ച് ഞാൻ വാങ്ങി.
ഇപ്പോൾ ചിന്തിക്കുമ്പോൾ അന്നത്തെ യാത്രയുടെ ലക്ഷ്യത്തെക്കുറിച്ചോർത്ത് എനിക്ക് ചിരി വരുന്നു. എന്നാൽ ഈ യാത്രയ്ക്ക് പ്രേരണ നൽകിയ അവർ എത്ര നല്ലവരാണെന്നും ഞാൻ ഓർത്തുപോകുന്നു. അത് പൂനെയിലേക്കുള്ള എൻ്റെ ആദ്യ യാത്രയായിരുന്നു. എന്നാൽ അവിടെ എത്തിയ ഞാൻ അധികം താമസിയാതെ തന്നെ ആ നഗരത്തെ സ്നേഹിച്ചു തുടങ്ങി. ഇന്നും ആ നഗരം എൻ്റെ പ്രിയപ്പെട്ട നഗരമാണ്. ജന്മദേശമായ ഹൂബ്ലി പോലെ തന്നെയാണ് എനിക്ക് പൂനെയും. ആ നഗരം എൻ്റെ ജീവിതത്തെ പല രീതിയിലും മാറ്റിമറിച്ചു. നിർദ്ദേശിക്കപ്പെട്ട പോലെ ഞാൻ അഭിമുഖത്തിനായി പിംപ്രിയിലെ ടെൽക്കോയുടെ ഓഫീസിലെത്തി. 6 പേരാണ് പാനലിൽ ഉണ്ടായിരുന്നത്. JRDക്ക് കത്തെഴുതിയ പെൺകുട്ടി ഇതാണ്. ആ മുറിയിലേക്ക് കയറി ചെല്ലുമ്പോൾ ആരോ അടക്കം പറയുന്നത് ഞാൻ കേട്ടു. ആ നിമിഷം തൊട്ട് ഈ ജോലി എനിക്ക് കിട്ടില്ലെന്ന് ഉറപ്പായിരുന്നു. ആ ചിന്ത എൻ്റെ എല്ലാ പേടിയെയും എന്നിൽ നിന്ന് ദൂരെ കളഞ്ഞു. അതുകൊണ്ട് തന്നെ ആ അഭിമുഖത്തിൽ ഞാൻ വളരെ ശാന്തയായിരുന്നു. അഭിമുഖം ആരംഭിക്കുന്നതിന് മുൻപ് തന്നെ ഇതൊരു പക്ഷപാതപരമായ അഭിമുഖമാണെന്ന വിശ്വാസമായിരുന്നു എനിക്കുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ തികച്ചും വിനയമില്ലാത്ത സ്വരത്തിൽ ഞാൻ അവരോട് പറഞ്ഞു, ഇത് സാങ്കേതികത്വം തെളിയിക്കാനുള്ള അഭിമുഖം മാത്രമാണെന്ന് ഞാൻ കരുതുന്നു. തീരെ അപ്രതീക്ഷിതമായിരുന്ന എൻ്റെ പരുക്കൻ പെരുമാറ്റത്തിൽ അവർ ആശ്ചര്യപ്പെട്ടിരിക്കണം. ഇന്നും അന്നത്തെ എൻ്റെ പെരുമാറ്റം എന്നെ ലജ്ജിപ്പിക്കുന്നു. പാനൽ എന്നോട് സാങ്കേതികത നിറഞ്ഞ ചോദ്യങ്ങൾ ചോദിക്കുകയും ഞാൻ ഉത്തരം പറയുകയും ചെയ്തു. അതിനുശേഷം കൂട്ടത്തിൽ മുതിർന്ന പ്രായം ചെന്ന മാന്യൻ സ്നേഹം നിറഞ്ഞ സ്വരത്തിൽ എന്നോട് പറഞ്ഞു, സ്ത്രീകൾ അപേക്ഷിക്കേണ്ടതില്ലെന്ന് ഞങ്ങൾ പറയാൻ കാരണമെന്തെന്നറിയാമോ? ഫാക്ടറിയിലെ ജോലിസ്ഥലത്ത് ഞങ്ങൾ ഇതേവരെ ഒരു സ്ത്രീയെ ജോലിക്ക് നിർത്തിയിട്ടില്ല. ഇതൊരു സഹവിദ്യാഭ്യാസ കേന്ദ്രമല്ല, ഫാക്ടറിയാണ്. അക്കാദമിക നിലവാരം നോക്കുമ്പോൾ നിങ്ങൾ 1ാം റാങ്കുകാരിയാണ്. ഞങ്ങളതിനെ അഭിനന്ദിക്കുന്നു. എന്നാൽ നിങ്ങളെപ്പോലുള്ള സ്ത്രീകൾ ജോലി ചെയ്യേണ്ടത് ഗവേഷണ ലബോറട്ടറികളിലാണ്. ഹൂബ്ലി എന്ന ചെറുനഗരത്തിൽ നിന്നുള്ള ചെറുപ്പക്കാരിയായ പെൺകുട്ടിയാണ് ഞാൻ. എൻ്റെ ലോകത്തിന് നിയന്ത്രിതമായ അതിരുകളുണ്ടായിരുന്നു. വലിയ വ്യവസായ സ്ഥാപനങ്ങളിലെ സമ്പ്രദായങ്ങളെക്കുറിച്ചും അതിൻ്റെ വിഷമതകളെക്കുറിച്ചുമൊന്നും എനിക്കറിയില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ ഞാൻ മറുപടിയും നൽകി. എന്നാൽ നിങ്ങൾ എവിടെയെങ്കിലും തുടങ്ങേണ്ടിയിരിക്കുന്നു. ഇല്ലാത്ത പക്ഷം ഒരു സ്ത്രീക്ക് പോലും നിങ്ങളുടെ ഫാക്ടറികളിൽ ജോലി ചെയ്യാനുള്ള ഭാഗ്യം കിട്ടിയെന്നു വരില്ല. അവസാനം നീണ്ട അഭിമുഖത്തിന് ശേഷം ഞാൻ വിജയിച്ചതായി അവർ പറഞ്ഞു. ഇതുതന്നെയാണ് ഭാവി എനിക്കായി കരുതി വച്ചിരുന്നത്. പൂനെയിൽ ഒരു ജോലി ചെയ്യുമെന്ന് ഞാൻ ഒരിക്കൽ പോലും കരുതിയതല്ല. അവിടെ വെച്ച് കർണാടകയിൽ നിന്നുള്ള ഒരു നമ്രമുഖനായ യുവാവിനെ ഞാൻ പരിചയപ്പെട്ടു. പിന്നീട് ഞാൻ അദ്ദേഹത്തെ വിവാഹം ചെയ്യുകയും ചെയ്തു. ടെൽക്കോയിൽ ചേർന്നതിന് ശേഷം മാത്രമാണ് JRD ആരാണെന്ന് എനിക്ക് മനസ്സിലായത്. ഇന്ത്യൻ വ്യവസായത്തിലെ കിരീടം ചൂടാത്ത രാജാവ്. അതേക്കുറിച്ച് ചിന്തിച്ചപ്പോൾ എനിക്ക് ഭയം തോന്നി. എന്നാൽ ബോംബെയിലേക്ക് സ്ഥലം മാറ്റം കിട്ടിപ്പോകുന്നതുവരെ അദ്ദേഹത്തെ കാണാൻ എനിക്ക് അവസരമുണ്ടായില്ല. ഒരു ദിവസം എനിക്ക് ചില റിപ്പോർട്ടുകൾ ഞങ്ങളുടെ ചെയർമാനും ഞങ്ങൾക്കെല്ലാവർക്കുമിടയിൽ SM എന്നറിയപ്പെടുന്നവനുമായ മൂൽ ഗവോക്കറെ കാണിക്കാനായുണ്ടായിരുന്നു. ബോംബെ ഹൗസിൻ്റെ, ഇപ്പോഴത്തെ ടാറ്റ ഹെഡ്ക്വാർട്ടേഴ്സിൻ്റെ 1ാം നിലയിലെ അദ്ദേഹത്തിൻ്റെ ഓഫീസിൽ ഞാനിരുന്നു. പെട്ടെന്നാണ് JRD അതിനകത്തേക്ക് കയറി വന്നത്. ഞാൻ ആദ്യമായി അപ്പോഴാണ് JRDയെ കാണുന്നത്. അപ്രോ എന്നാൽ ഗുജറാത്തിയിൽ ഞങ്ങളുടെ എന്നാണ് അർത്ഥം. ബോംബെ ഹൗസിലെ ജനങ്ങൾ സ്നേഹത്തോടെ അദ്ദേഹത്തെ അപ്രോ എന്നാണ് വിളിച്ചിരുന്നത്. എൻ്റെ പോസ്റ്റ് കാർഡ് അധ്യായത്തിൻ്റെ ഓർമ്മയിൽ ഞാൻ വളരെ പരിഭ്രമിച്ചിരുന്നു.
SM എന്നെ ലളിതമായി അദ്ദേഹത്തിന് പരിചയപ്പെടുത്തി. ജെ. ഇങ്ങനെയാണ് അദ്ദേഹത്തിൻ്റെ ഏറ്റവും അടുത്ത സ്നേഹിതർ JRDയെ വിളിച്ചിരുന്നത്. ജെ, ഈ ചെറുപ്പക്കാരി എഞ്ചിനീയറാണ്. മാത്രമല്ല ബിരുദാനന്തര ബിരുദധാരി കൂടിയാണ്. ടെൽക്കോയുടെ ഫാക്ടറിയിൽ ജോലി ചെയ്യുന്ന ആദ്യത്തെ സ്ത്രീ കൂടിയാണിവർ. JRD എൻ്റെ നേരെയൊന്ന് നോക്കി. എൻ്റെ അഭിമുഖത്തെപ്പറ്റി ഒരു ചോദ്യം പോലും അദ്ദേഹം ചോദിക്കരുതേ എന്നായിരുന്നു എൻ്റെ പ്രാർത്ഥന. അല്ലെങ്കിൽ അതിന് കാരണമായ പോസ്റ്റ് കാർഡിനെക്കുറിച്ച് ഒന്നും സൂചിപ്പിക്കരുതേ എന്നായിരുന്നു ഞാൻ ആഗ്രഹിച്ചത്. നന്ദി, അദ്ദേഹം അതേപ്പറ്റി ഒന്നും തന്നെ ചോദിച്ചില്ല. അതിനു പകരം അദ്ദേഹം ഇങ്ങനെ പറഞ്ഞു: നമ്മുടെ രാജ്യത്ത് ഒരു പെൺകുട്ടി എഞ്ചിനീയറിംഗ് രംഗത്തേക്ക് കടന്നു വരികയെന്ന് പറയുന്നത് നല്ല കാര്യമാണ്. എന്താണ് കുട്ടിയുടെ പേര്? ടെൽക്കോയിൽ ജോലിക്ക് ചേരുമ്പോൾ എൻ്റെ പേര് സുധാ കുൽക്കർണി എന്നായിരുന്നു. എന്നാൽ ഇപ്പോൾ സുധാ മൂർത്തിയാണ്, ഞാൻ മറുപടി പറഞ്ഞു. അദ്ദേഹം ചിരിച്ചു. നല്ല ചിരിയോടെ അദ്ദേഹം SMന് നേരെ തിരിഞ്ഞ് ചർച്ച ആരംഭിച്ചു. ഞാൻ എങ്ങനെയോ ആ മുറിയിൽ നിന്ന് ഓടി രക്ഷപ്പെട്ടു. അതിനുശേഷം ഇടയ്ക്കിടെ ഞാൻ JRDയെ കണ്ടുമുട്ടി. അദ്ദേഹം ടാറ്റ ഗ്രൂപ്പിൻ്റെ ചെയർമാനും ഞാൻ സാധാരണക്കാരിയായ ഒരു എഞ്ചിനീയറും. ഞങ്ങൾക്കിടയിൽ സാധാരണമായി ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല. അദ്ദേഹം എനിക്ക് ഒരു വിസ്മയമായിരുന്നു. ഒരു ദിവസം ഞാൻ എൻ്റെ ഭർത്താവ് മൂർത്തിയെ കാത്ത് ടെൽക്കോയുടെ വരാന്തയിൽ നിൽക്കുകയായിരുന്നു. ഓഫീസ് സമയം കഴിഞ്ഞാൽ എന്നെ കൂട്ടിക്കൊണ്ടുപോകാൻ എൻ്റെ ഭർത്താവ് വരാറുണ്ട്. എന്നാൽ അന്ന് എനിക്കരികിൽ JRDയെ കണ്ട് ഞാൻ അത്ഭുതപ്പെട്ടു. എങ്ങനെ പ്രതികരിക്കണമെന്നറിയാതെ ഞാൻ നിന്നു. വീണ്ടും ഞാൻ ആ പഴയ പോസ്റ്റ് കാർഡിനെ കുറിച്ചോർത്ത് ആശങ്കപ്പെട്ടു. തിരിഞ്ഞു നോക്കുമ്പോൾ എനിക്ക് മനസ്സിലാകുന്നു അദ്ദേഹം ഇതെല്ലാം മറന്നിട്ടുണ്ടാകുമെന്ന്. അദ്ദേഹത്തിന് ഇത് ചെറിയ ഒരു സംഭവമായിരിക്കാം. എന്നാൽ എനിക്ക് അങ്ങനെയല്ല. ചെറുപ്പക്കാരി, എന്താണ് ഇവിടെ നിൽക്കുന്നത്? ഓഫീസ് സമയം കഴിഞ്ഞല്ലോ, അദ്ദേഹം എന്നോട് ചോദിച്ചു. സാർ, ഞാൻ എൻ്റെ ഭർത്താവ് എന്നെ കൂട്ടിക്കൊണ്ടുപോകാൻ വരുന്നത് കാത്തു നിൽക്കുകയാണ്, ഞാൻ മറുപടി പറഞ്ഞു. ഇരുട്ട് വീണു തുടങ്ങി. ഇവിടെ ഈ വരാന്തയിൽ മറ്റാരുമില്ലല്ലോ. നിങ്ങളുടെ ഭർത്താവ് വരുന്നതുവരെ ഞാനിവിടെ കാത്തിരിക്കാം, അദ്ദേഹം പറഞ്ഞു. മൂർത്തിയെ കാത്തിരിക്കുന്നത് ഞാൻ ശീലമാക്കി കഴിഞ്ഞിരുന്നു. എന്നാൽ JRDക്കൊപ്പം അവിടെ നിൽക്കുന്നത് സത്യത്തിൽ ബുദ്ധിമുട്ടേറിയ കാര്യമായിരുന്നു. എനിക്ക് സംഭ്രമം അനുഭവപ്പെട്ടു. അദ്ദേഹം ലളിതമായ രീതിയിൽ വെളുത്ത പാൻറ്റും ഷർട്ടുമാണ് അണിഞ്ഞിരുന്നത്. അദ്ദേഹം വൃദ്ധനായിരുന്നു. എങ്കിലും മുഖത്തിന് തിളക്കമുണ്ടായിരുന്നു. മേലുദ്യോഗസ്ഥൻ എന്ന യാതൊരു ഭാവവും അദ്ദേഹത്തിൽ കണ്ടില്ല. ഞാൻ ചിന്തിക്കുകയായിരുന്നു, ഈ മനുഷ്യനെ നോക്കൂ, അദ്ദേഹം ചെയർമാനാണ്. ഈ രാജ്യത്തെ ബഹുമാനിക്കപ്പെടുന്ന വ്യക്തിത്വങ്ങളിൽ ഒരാളാണ്. എന്നാൽ അദ്ദേഹത്തിൻ്റെ സാധാരണ തൊഴിലാളികൾക്കായി അദ്ദേഹം കൂട്ടിരിക്കുന്നു. അപ്പോഴാണ് ഞാൻ മൂർത്തിയെ കണ്ടത്. ഞാൻ അദ്ദേഹത്തിനടുത്തെത്താൻ തിടുക്കം കൂട്ടി. അപ്പോൾ JRD എന്നോടായി പറഞ്ഞു, ചെറുപ്പക്കാരി, നിങ്ങളുടെ ഭർത്താവിനോട് പറയൂ, ഇനിയൊരിക്കലും ഭാര്യയെ ഇങ്ങനെ കാത്തുനിൽക്കാൻ ഇടയാക്കരുതെന്ന്. 1982 എനിക്ക് ടെൽക്കോയിൽ നിന്ന് രാജിവെക്കേണ്ടതായി വന്നു. എനിക്ക് വൈമനസ്യം തോന്നി. എന്നാൽ എനിക്ക് മുന്നിൽ മറ്റു മാർഗങ്ങളൊന്നുമില്ലായിരുന്നു. എൻ്റെ അവസാനത്തെ രേഖയുമെടുത്ത് ബോംബെ ഹൗസിൻ്റെ പടികളിറങ്ങുമ്പോൾ ഞാൻ JRDയെ കണ്ടുമുട്ടി. അദ്ദേഹം മുകളിലേക്ക് വരികയായിരുന്നു. അദ്ദേഹം ചിന്തകളിൽ മുഴുകിയിരുന്നു. ഞാൻ അദ്ദേഹത്തോട് വിട പറയാൻ ആഗ്രഹിച്ചതിനാൽ ഞാൻ അവിടെ തന്നെ നിന്നു. അദ്ദേഹം എന്നെ കണ്ടു. പിന്നീട് പതിയെ പറഞ്ഞു, അപ്പോൾ എന്താണ് നിങ്ങൾ ചെയ്യുന്നത് മിസ്സസ് കുൽക്കർണി?
അങ്ങനെയായിരുന്നു അദ്ദേഹം എന്നെ എപ്പോഴും സംബോധന ചെയ്തിരുന്നത്. സാർ, ഞാൻ ടെൽക്കോ വിട്ടു പോകുകയാണ്. എവിടേക്കാണ് നിങ്ങൾ പോകുന്നത്? അദ്ദേഹം ചോദിച്ചു. പൂനെയിലേക്ക്. എൻ്റെ ഭർത്താവ് പൂനെയിൽ ഇൻഫോസിസ് എന്ന പേരിൽ പുതിയ ഒരു കമ്പനി തുടങ്ങുന്നു. അതിനാൽ ഞാൻ പൂനെയിലേക്ക് പോകുകയാണ്. ഓ, ഈ സംരംഭം വിജയിച്ചാൽ നിങ്ങൾ എന്തു ചെയ്യും? സാർ, ഞങ്ങൾ വിജയിക്കുമോ എന്നതിനെക്കുറിച്ചൊന്നും എനിക്കറിയില്ല. ഒന്നിനെയും ആത്മവിശ്വാസമില്ലാതെ സമീപിക്കരുത്, അദ്ദേഹം ഉപദേശിച്ചു. പൂർണ്ണ വിശ്വാസത്തോടെ മാത്രം ആരംഭിക്കുക. നിങ്ങൾ വിജയികളാകുമ്പോൾ സമൂഹത്തിന് അത് തിരിച്ചു നൽകുക. സമൂഹം നമുക്ക് വിലപ്പെട്ടതാണ് നൽകുന്നത്. അതുകൊണ്ട് തന്നെ അത് തിരിച്ചും നൽകണം. എല്ലാ ആശംസകളും നേരുന്നു. തുടർന്ന് JRD പടികൾ കയറിപ്പോയി. സഹസ്രാബ്ദങ്ങളിലൊന്നിന് സാക്ഷിയായതുപോലെ ഞാൻ അവിടെ തന്നെ നിന്നു. അദ്ദേഹത്തെ ജീവനോടെ ഞാൻ അവസാനമായി കണ്ടത് അന്നാണ്. വളരെ വർഷങ്ങൾക്ക് ശേഷം ബോംബെ ഹൗസിൽ വെച്ച് ഞാൻ രത്തൻ ടാറ്റയെ കാണാനിടയായി. JRD ഒരിക്കലിരുന്ന ചെയർമാൻ പദവിയിൽ. ടെൽക്കോയിൽ പ്രവർത്തിച്ചപ്പോഴുണ്ടായ മറക്കാനാവാത്ത ചില നിമിഷങ്ങൾ ഞാൻ അദ്ദേഹവുമായി പങ്കുവച്ചു. പിന്നീട് അദ്ദേഹം എനിക്കെഴുതി, ജയയെക്കുറിച്ച് നിങ്ങൾ പറഞ്ഞത് വളരെ ഹൃദ്യമായിരിക്കുന്നു. എന്നാൽ ഇന്നു നിങ്ങളെ കാണാൻ അദ്ദേഹം ഇല്ലെന്നതാണ് സങ്കടകരമായ വസ്തുത. വളരെ തിരക്കുള്ള ഒരു ബിസിനസ്സുകാരനായിരുന്നിട്ടും ഒരു സാധാരണ പെൺകുട്ടിയുടെ പോസ്റ്റ് കാർഡിൽ എഴുതിയ അപേക്ഷ അദ്ദേഹം കൈക്കൊണ്ടു. അതുതന്നെയാണ് JRDയെ മഹാനായി കാണാൻ എന്നെ പ്രേരിപ്പിച്ചത്. ഒരു ദിവസം 1000-ലധികം കത്തുകൾ അദ്ദേഹത്തിന് ലഭിക്കുന്നുണ്ടാവാം. എൻ്റെ കത്ത് അദ്ദേഹത്തിന് വലിച്ചെറിയാമായിരുന്നു. പക്ഷേ അദ്ദേഹം അത് ചെയ്തില്ല. ആ അറിവില്ലാത്ത ഒരു പെൺകുട്ടിയുടെ ഉദ്ദേശ്യലക്ഷ്യത്തെ അദ്ദേഹം ബഹുമാനിച്ചു. പണത്തിന് അദ്ദേഹത്തെ സ്വാധീനിക്കാനായില്ല. അദ്ദേഹം അവൾക്ക് തൻ്റെ കമ്പനിയിൽ ഒരവസരം നൽകി. ഒരു ജോലി മാത്രമല്ല, മറിച്ച് അവളുടെ മൊത്തം ജീവിതത്തെയും മനസ്സിനെയും എന്നേക്കുമായി മാറ്റിയെടുക്കുകയായിരുന്നു JRD ടാറ്റ. ഇന്നത്തെ എഞ്ചിനീയറിംഗ് കോളേജുകളിൽ 50%-ലധികം പെൺകുട്ടികളാണ്. മിക്ക ഫാക്ടറികളിലും സ്ത്രീകൾ ജോലി ചെയ്യുന്നു. ഈ മാറ്റങ്ങൾ കാണുമ്പോൾ ഞാൻ JRDയെ ഓർത്തുപോകുന്നു. ഈ ജീവിതത്തിൽ നിന്നും നിനക്ക് എന്താണ് വേണ്ടതെന്ന് കാലം എന്നോട് ചോദിച്ചിരുന്നെങ്കിൽ ഞങ്ങൾ തുടങ്ങിയ കമ്പനിയുടെ ഇന്നത്തെ വളർച്ച കാണാൻ JRD ടാറ്റ ജീവനോടെ ഉണ്ടായിരിക്കണമെന്ന് ഞാൻ ആവശ്യപ്പെട്ടേനെ. തുറന്ന ഹൃദയത്തോടെ അദ്ദേഹം ആ വിജയത്തിൽ സന്തോഷിച്ചേനെ. അദ്ദേഹത്തോടുള്ള എൻ്റെ സ്നേഹവും ബഹുമാനവും ഇക്കാലമത്രയും യാതൊരു ഇടിവുമില്ലാതെ എൻ്റെ മനസ്സിൽ ഇന്നും സൂക്ഷിക്കുന്നു. ഞാൻ എന്നും JRDയെ ആണ് മാതൃകയാക്കിയിരുന്നത്. ലാളിത്യത്തിലും ഉദാരമനസ്കതയിലും ദയയിലും തൻ്റെ ജീവനക്കാരുടെ പരിരക്ഷയിലും ആ നീലക്കണ്ണുകൾ ആകാശത്തെ ഓർമ്മിപ്പിച്ചു. അവയ്ക്ക് അതേ വിശാലതയും മാതൃകത്വവും ഉണ്ടായിരുന്നു. വലിയ വ്യക്തിത്വങ്ങൾ വാത്സല്യം ചുരത്തുന്ന തണൽ വൃക്ഷങ്ങളെ പോലെയാണ്. കൊച്ചു കുഞ്ഞുങ്ങളിലും അപരിചിതരായ മനുഷ്യരിൽ പോലും അവർ സാധ്യതയുടെ ആകാശങ്ങൾ കണ്ടെത്തുന്നു. വാക്കുകളിലൂടെ പ്രവർത്തികളിലൂടെ പ്രചോദനവും വഴികാട്ടികളുമാകുന്നു. സുധാമൂർത്തിയുടെ ഹൃദയസ്പർശിയായ ഈ അനുഭവം ഏതിരുട്ടിലും പ്രകാശത്തിൻ്റെ താരകളുണ്ട് എന്ന് നമുക്ക് ആശ്വാസം പകരുന്നു. മികച്ച സാമൂഹിക പ്രവർത്തകയും എഴുത്തുകാരിയും കർണാടകയിലെ സർക്കാർ സ്കൂളുകളിൽ കമ്പ്യൂട്ടർ ലൈബ്രറി സംവിധാനങ്ങൾ നിലവിൽ വന്നത് കമ്പ്യൂട്ടർ അധ്യാപിക കൂടിയായ സുധാമൂർത്തിയുടെ ശ്രമഫലമായാണ്. ഹൂബ്ലിയിലെ BVB കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് ടെക്നോളജിയിൽ നിന്ന് ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗിൽ BE 1ാം റാങ്കോടെ വിജയിച്ച സുധ
ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ബാംഗ്ലൂരിൽ നിന്ന് 1974 കമ്പ്യൂട്ടർ സയൻസിൽ എം.ടെക്കും കരസ്ഥമാക്കി. ടെൽകോ കമ്പനിയിലെ ആദ്യത്തെ വനിതാ ജീവനക്കാരിയായിരുന്നു സുധാമൂർത്തി. 1974 മുതൽ 1982 വരെ ടെൽക്കോയിൽ ജോലി ചെയ്ത ശേഷം ഭർത്താവ് N.R. നാരായണമൂർത്തിയോടൊത്ത് പൂനെയിൽ ഇൻഫോസിസിന് തുടക്കമിട്ടു. സുധയുടെ സമ്പാദ്യമായ 10,000 രൂപയിൽ നിന്നാണ് ഇൻഫോസിസിൻ്റെ ആരംഭമെന്ന് നാരായണമൂർത്തി തന്നെ അഭിമാനത്തോടെ പറഞ്ഞിട്ടുണ്ട്. സാങ്കല്പിക കഥകളാണ് അവരുടെ എഴുത്തിൻ്റെ മേഖല. ഡോളർ ബാഹു എന്ന സുധയുടെ കന്നഡ കൃതി 2001 ടെലിവിഷൻ സീരിയലിന് പ്രമേയമാക്കിയിരുന്നു. ഇത് പിന്നീട് ഡോളർ സോസ് എന്ന പേരിൽ ഇംഗ്ലീഷിലേക്ക് വിവർത്തനം ചെയ്യപ്പെട്ടു. 2004 നവംബറിൽ സാമൂഹിക പ്രവർത്തനങ്ങൾക്കുള്ള അംഗീകാരമായി ചെന്നൈയിലെ രാജലക്ഷ്മി ഫൗണ്ടേഷൻ അവരെ രാജലക്ഷ്മി അവാർഡ് നൽകി ആദരിച്ചു. 2006 രാജ്യം സുധാമൂർത്തിയെ പത്മശ്രീ നൽകി ആദരിച്ചു.